ഹായ്, അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പം കൊത്തുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് 2 ഇടിയപ്പമാണ്. ഇത് ചെറിയ ചെറിയ പീസാക്കി ആദ്യം മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ചോപ്പ് ചെയ്ത്, സവാള ചോപ്പ് ചെയ്ത്, ക്യാബേജ് ചോപ്പ് ചെയ്തത്. 150 ഗ്രാമോളം ചിക്കൻ ബ്രസ്റ്റ് വേവിച്ചാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട്. അപ്പോൾ ഇത്രയും ഐറ്റം മതി കേട്ടോ. പിന്നെ ഒരു ലേശം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ജസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും ആയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാമേ. ആഹാ, നമ്മുടെ പാനും എടുത്ത് വെക്കാം. അപ്പോൾ ബട്ടർ ഇതാ നമുക്ക് ഇത്രയും എടുക്കാവേ. ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെല്ലാം കൂടി ഇട്ട് കൊടുക്കാമേ. നമുക്ക് ആവശ്യമുള്ള സാൾട്ട് ഇട്ട് കൊടുക്കാമേ. ഒരു മുട്ടയും കൂടെ വേണം കേട്ടോ. അത് ഞാൻ പറയാൻ മുമ്പേ വിട്ടുപോയി ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ. അത് പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവേ. നമ്മുടെ മസാലാസും എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ചിക്കനൊക്കെ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇടിയപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. അപ്പം ഞാനിവിടെ ഇട്ടേക്കുന്ന മീറ്റ് മസാലയാണ് കേട്ടോ. എനിക്ക് ആ ഒരു ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. ഇടിയപ്പം കൊത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരെ നമുക്കത് പ്ലേറ്റിനകത്തോട്ട് സെർവ് ചെയ്യാമേ. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയും പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ള ഒരു അടിപൊളി ഇടിയപ്പക്കൊത്താണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഡയറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.